2025 ജാനുവരി 1 ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ടല്ലേ. 2025 നല്ല സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ പോലെ പോയ പോലെ എനിക്ക് തോന്നി. ജാനുവരി കുറച്ച് സ്ലോ ആയിരുന്നു, പിന്നെ അങ്ങോട്ട് ജെറ്റ് വിട്ട പോലെയാണ് പോയത്. എന്ത് പെട്ടെന്നാണ് ഡിസംബർ 31 ആയതെന്ന് ഞാൻ ആലോചിക്കും. 2025 എനിക്കൊരു നോർമൽ ഇയർ ആയിരുന്നു. ബൈ ദ ബൈ, ഈ വീഡിയോ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ദിസ് ഈസ് എ 2025 റീക്യാപ്പ് അല്ലെങ്കിൽ റിയാലിറ്റി ചെക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ലൈഫിൽ നടന്നതുണ്ടോ. ടു ബി ഫ്രാങ്ക്, 2025 എനിക്ക് അത്ര എക്സൈറ്റിംഗ് ഒന്നും ആയിരുന്നില്ല. കാരണം എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒന്നും തന്നെ നടന്നിരുന്നില്ല. എന്നാൽ അത്ര മോശമായിരുന്നില്ല, വേസ്റ്റ് ആയിട്ടൊന്നും തന്നെ നടന്നിട്ടില്ല. ഒരു ആവറേജ് ഇയർ. പോസിറ്റീവിൽ തുടങ്ങുന്നു, നെഗറ്റീവിൽ തുടങ്ങുന്നു. പോസിറ്റീവ് പറയുകയാണെങ്കിൽ 2025 ഞാനൊരു 6 ന്യൂ പ്ലേസസിൽ പോയി. 6 ന്യൂ പ്ലേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 2 ഇൻ്റർനാഷണൽ ആയിരുന്നു. ആൻഡ് സ്റ്റിൽ ആ ഇൻ്റർനാഷണൽ ട്രിപ്പിലാണ് ഞാൻ. ഇപ്പോൾ ദുബായിലാണ്. സോ ഞാനതിന് മുമ്പ് മലേഷ്യ പോയി. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇതിന് മുമ്പ് ദുബായിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഫ്രണ്ട്സ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ്, അതും ഗേൾസ് ട്രിപ്പ്, അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ലേണിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ പാക്കേജ് ഒന്നും എടുക്കാണ്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ കാര്യങ്ങൾ നടന്നൊരു ഇയറായിരുന്നു. ഞാൻ തെയ്യം കാണാൻ പോയി. തെയ്യം കാണാന്നുള്ളത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ നാളായിട്ട് കിടക്കുന്നൊരു സംഭവമായിരുന്നു. തെയ്യം കാണാനായിട്ട് ഞാൻ കണ്ണൂർ പോയി. ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഡിവൈൻ ഫീലായിരുന്നു. കണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് കുറച്ച് കൊളാപ്സ് എന്ന് പറയുമ്പോൾ പെയ്ഡ് കൊളാപ്സ് ഈ വർഷം കിട്ടി. അത്ര ഭയങ്കര പൈസയൊന്നുമല്ല, പക്ഷെ എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നമ്മളിത് ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ അതിനൊരു പുതിയ റിവാർഡാണെങ്കിലും ഫോർ മീ ദാറ്റ് ഈസ് സോ സ്പെഷ്യൽ. അപ്പോൾ അങ്ങനെ പെയ്ഡ് കൊളാപ്സ് കിട്ടിയ ഒരു ഇയറാണ് 2025. 2025 എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാം കിട്ടിയെന്ന് പറയുന്നെങ്കിലും ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങൾ കിട്ടി. കാരണം ഞാനൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഇപ്പോൾ പോകുമെന്ന് വിചാരിച്ചിട്ടില്ല. മലേഷ്യ പോയതൊരു പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവമാണ്. പക്ഷെ അതെൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. പക്ഷേ 2025 ഞാനത് ചെയ്ത് വിചാരിക്കുന്നില്ല, പക്ഷെ ഞാനത് ചെയ്തു. പക്ഷേ 2025 ചെയ്യണമെന്ന് വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നമുക്ക് 2026 ചെയ്യാമല്ലോ അല്ലേ. 26th ന്യൂ ഇയർ ഞാൻ ദുബായിലെ ഫാമിലിയുടെ കൂടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ലൈഫ് ഞാൻ ഒരുപാട് നല്ല കണ്ടന്റ്സ് ഇടാൻ ശ്രമിക്കാറുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ ശ്രമിക്കാറുണ്ട്. 2025 എനിക്ക് തോന്നുന്നു 2025 ഒരു മിഡ് തൊട്ടാണ് ഞാൻ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവന്നത്. അതുകൊണ്ടൊന്നും എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. പിന്നെ ഇങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടും നല്ല കണ്ടന്റ്സ് ഇടാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ 4 വീഡിയോസ് ഒരു 100K above അടിച്ചു. Grateful for that and thank you for that. പിന്നെന്താ ഞാൻ പറഞ്ഞല്ലോ, കൊളാപ്സ് കിട്ടിയ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും 2025 നടന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കേ. പിന്നെ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞില്ലല്ലോ. 2025 ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല. ഒരു iPhone 17 വാങ്ങിയതാണ് ഞാൻ ആകെ ചെയ്തൊരു അച്ചീവ്മെൻറ്റ്. വേറെ 2025 ഒരുപാട് നല്ല ട്രിപ്സ് പോയി, അതും ഒരു അച്ചീവ്മെൻ്റ് ആണ്. ഈ 2 അച്ചീവ്മെൻറ്റ് ഒഴിച്ച് വേറെ ഒരു അച്ചീവ്മെൻറ്റും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. പ്രിറ്റി മച്ച് സാധാരണ ഒരു കൊല്ലമായി. ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചതൊന്നും നടന്നില്ല. ചില കാര്യങ്ങൾ ഫെയിലായി പോയിട്ടുണ്ട്. ബട്ട് കുഴപ്പമില്ല. വി വിൽ വർക്ക് ഹാർഡ് ആൻഡ് വി വിൽ മേക്ക് ഇറ്റ് അപ്പ്. 2026 അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ്. തോറ്റുപോയതൊക്കെ മാറ്റി ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കും. നടക്കാണ്ട് എവിടെ പോകാനല്ലേ. നമ്മളുടെ ശ്രീനിവാസൻ പണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ അടുത്താണ് ആ ഇൻ്റർവ്യൂവിൽ ഒരു റീൽസ് കണ്ടതാണ്. ലൈക്ക് ചിലപ്പോൾ ഒരാൾക്ക് ആദ്യത്തെ അടിയിൽ തന്നെ കല്ല് പൊട്ടിയെന്ന് വരാം. പക്ഷെ ചിലവർക്കത് 50ാമത്തെ അടിയിലായിരിക്കും ആ കല്ല് പൊട്ടുന്നത്. പക്ഷെ 50ാമത്തെ അടി മാത്രമല്ലല്ലോ, ഈ 49 അടി കൊണ്ടാണ് ആ 50ാമത്തെ അടിയിൽ അത് പൊട്ടിയത്. സോ നമ്മൾ ചെയ്യുന്ന എല്ലാം ഇതിൻ്റെ ഒരു പാർട്ടാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. അതാണ് നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴും ലേൺ ചെയ്യലല്ലേ. പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്ത് സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ബാഡ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ 2025 റീക്യാപ്പ് എന്ന് പറയുന്നത്. ജാനുവരിയിൽ ഒരു ഹെയർ കളറിൽ നിന്ന് തുടങ്ങി ഡിസംബറിൽ ഇപ്പോൾ ദുബായിൽ വന്ന് നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് ട്രിപ്സ് പോയി, കുറേ നല്ല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായി. കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ ഓഫീസിൽ നിന്ന് പിന്നെ പോയി.
കുറച്ച് വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നമ്മളിപ്പോഴും ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ്. അതൊന്നും ഒരു വിഷമമില്ല, ഓഫീസിലില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ ലൈഫ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ നമ്മളതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ചേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ഹാർഡുള്ള ഒരാളാണ്. അതൊക്കെ മാറിയുണ്ട് ഒരുപാട് ചേഞ്ച് സോ 2026 ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. നിങ്ങളുടെയും 2026 എല്ലാ ആഗ്രഹങ്ങളും നടക്കാൻ പറ്റുന്നത് എല്ലാവരും സക്സസ്ഫുൾ ആവുന്നില്ല. ഞാനും സക്സസ്ഫുൾ ആവുന്നില്ല. എനിക്ക് 2026 ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരുന്നില്ല. ഞാൻ 2026 ഡിസംബർ 31 ഞാൻ കാണിച്ചു തരാം. എൻ്റെ ആ വിഷൻ ബോർഡിൽ എത്ര വിഷൻസ് നടന്നു. 25 ഞാൻ വിഷൻ ബോർഡൊന്നും ഉണ്ടാക്കിയിരുന്നില്ല, പക്ഷെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഈ 25 ഇതാ ചെയ്യണോ അതാ ചെയ്യണമെങ്കിൽ. അത് മൈൻഡിലുണ്ടായിരുന്നുള്ളൂ, ഞാൻ വിഷൻ ബോർഡൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. അതൊന്നും നടന്നില്ല, ഒന്നും നടന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് വിചാരിച്ച കുറച്ച് നീങ്ങുന്ന സംഭവം അതൊന്നും നടന്നില്ല. പക്ഷെ 2026 ഞാനൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറാക്കി വെച്ചിട്ടുണ്ട്. ലെറ്റ് സി ആ വിഷൻ ബോർഡിൽ എന്തൊക്കെ നടക്കുന്നു നമുക്ക് നോക്കാം. എന്തായാലും 2026 ഡിസംബർ 31 വിഷൻ ബോർഡ് ഷെയർ ചെയ്തായിരിക്കും. അപ്പോൾ അത്രയുള്ളൂ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ഒരു നല്ല കൊല്ലം ആവട്ടെ കേട്ടോ. ബൈ.